നമുക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ചോദ്യം നല്ല രസമുള്ള ചോദ്യമാണ്. ചോദ്യം, നീ എന്നാണ് നന്നാവുക എന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? നീ എന്നാണ് നന്നാവുക. ഇത് ആളുകൾ, മാതാപിതാക്കൾ മക്കളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നീ എന്ന് നന്നാവും എന്നുള്ളൊരു ചോദ്യം. ചില കൂട്ടുകാരോട് തമാശക്ക് ചോദിക്കാറുണ്ട്, നീ എന്നാണ് നന്നാവുക, നിനക്ക് എന്ന് മാറ്റം വരും. ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ജനുവരി മാസം 25-ാം തീയതി പൗലോസ് അപ്പോസ്തലന് ഒരു മാറ്റം വന്നു. എന്താണ് പൗലോസ് അപ്പോസ്തലന് വന്ന മാനസാന്തരം? പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവനായിരുന്നു, വചനത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവനായിരുന്നു. പൗലോസ് പറയുന്നത് പോലെ, പക്ഷേ ഈ തീഷ്ണതകളൊന്നും ശരിയായ അറിവിന്റെ വെളിച്ചത്തിലുള്ള തീഷ്ണതയായിരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ശരിയായ ഒരു അറിവ് കിട്ടി. എന്താണ് അപ്പോസ്തലന് കിട്ടിയ ശരിയായ അറിവ്? അപ്പോസ്തലൻ പൗലോസ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈശോ ശപിക്കപ്പെട്ടവനാണ് എന്നാണ്. കാരണം നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായത്തിലെ വചനമനുസരിച്ച് മരത്തിൽ തൂക്കപ്പെട്ട് കൊല്ലപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഈശോ മരത്തിൽ തൂക്കപ്പെട്ട് കൊല്ലപ്പെട്ടവനായതുകൊണ്ട് വചനമനുസരിച്ച് ഈശോ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ ശപിക്കപ്പെട്ടവനെ, ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്, ദൈവത്താൽ ശപിക്കപ്പെട്ടവനെ ഒരു കൂട്ടം ആളുകൾ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇത് വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്ത ദൈവദൂഷണമാണ്, അപരാധമാണ്. അതുകൊണ്ട് ദൈവദൂഷണം നടത്തുന്ന ഇവരെ എന്തു ചെയ്യണം? നിയമമനുസരിച്ച് കൊന്നുകളയണം. അങ്ങനെയാണ് സ്തെഫാനോസിനെ കൊന്നതും ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി പോയത്. അപ്പോൾ പിന്നീടാണ് ഈശോ, അപ്പോൾ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലന് ഈ ശരിയായ ബോധ്യം കിട്ടുന്നത്? ഈശോ ശപിക്കപ്പെട്ടവനല്ല, ദൈവമാണെന്ന ബോധ്യം കിട്ടുന്നത് ഈ യാത്രയിൽ പൗലോസ് കാണുകയാണ്, ഉയർത്തെഴുന്നേറ്റ ഈശോയെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസിന് വചനമനുസരിച്ച് മറ്റൊരു കാര്യം കൂടി അറിയാം. ആരാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്? നീതിമാനാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്. എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്? അന്ത്യകാലത്താണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്. അപ്പോൾ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ കാണുന്നു. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടപ്പോൾ പൗലോസിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഇതാ ഈശോ നീതിമാനാണ്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. രണ്ടാമതായി, ഒരു അന്ത്യകാലം ആരംഭിച്ചിരിക്കുന്നു. ഈശോയുടെ അന്ത്യകാലം, പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്ന കാലമൊന്നല്ല. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്ത്യകാലം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോയെ അവൻ കണ്ടു, ഈശോയെ അവൻ കേട്ടു, ഈശോയുമായി സംസാരിച്ചു, ഈശോ പറഞ്ഞതനുസരിച്ചു. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ഭാഷയിൽ നന്നായത്. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ നന്നായത്. ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടു, ഉയർത്തെഴുന്നേറ്റ ഈശോയെ കേട്ടു, ഉയർത്തെഴുന്നേറ്റ ഈശോയുമായി സംസാരിച്ചു, ഉയർത്തെഴുന്നേറ്റ ഈശോയെ അനുസരിച്ചു, അവന് വേണ്ടി ജീവിച്ചു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴാണ് നന്നാവുന്നത്? ഈശോയെ കാണുക, ഈശോയെ കേൾക്കുക, ഈശോയോട് സംസാരിക്കുക, ഈശോ പറഞ്ഞതനുസരിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായി എന്ന് പറയാം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടക്കാം. പരിശുദ്ധമായി ബലി പ്രഭാതത്തിൽ അർപ്പിക്കുമ്പോൾ ഈ ബലിയിൽ നമ്മൾ ഈശോയെയാണ് കാണുന്നത്, ഈ ബലിയിൽ ഈശോയെയാണ് കേൾക്കുന്നത്, ഈ ബലിയിൽ ഉയർത്തെഴുന്നേറ്റവനുമായാണ് നമ്മൾ സമ്പർക്കത്തിലാകുന്നത്. അവനെ അനുസരിച്ച് അവന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കാം.
അപ്രകാരം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ ഓർത്ത് അനുദപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ